ഹലോ ഫ്രണ്ട്സ്, യുവർ ഡോക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈറ്റമിൻ ഡി അഥവാ സൺഷൈൻ വൈറ്റമിൻ. ഇതിനെ എന്തുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നും പറയുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമുണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തുടർച്ചയായ ക്ഷീണം, നന്നായി ഉറങ്ങിയാലും എപ്പോഴും തളർച്ച അനുഭവപ്പെടുക, എല്ലുകളിലും പേശികളിലും വേദന, സന്ധിവേദന, പേശികളുടെ ബലക്കുറവ് തുടങ്ങിയവയെല്ലാം വൈറ്റമിൻ ഡിയുടെ കുറവിൻ്റെ കുറച്ച് ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ, അമിതമായ മുടികൊഴിച്ചിൽ വൈറ്റമിൻ ഡിയുടെ കുറവിൻ്റെ ലക്ഷണമാകാം. രോഗപ്രതിരോധ ശേഷി കുറയുക, അതുപോലെ തന്നെ പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടുക, മുറിവുണങ്ങാൻ താമസമുണ്ടാവുക, ഇതെല്ലാം വൈറ്റമിൻ ഡി കുറവിൻ്റെ ലക്ഷണങ്ങളാണ്. നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്ന് കണ്ടുപിടിക്കാം? പ്രധാനമായും ബ്ലഡ് ടെസ്റ്റ്, അതായത് വൈറ്റമിൻ ഡി, സെറം വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ വൈറ്റമിൻ ഡി കുറവിനായിട്ട് ചെയ്തു നോക്കുന്നത്. വൈറ്റമിൻ ഡി കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക. വീടിനകത്ത് തന്നെയാണ് കൂടുതൽ പേരും ഇപ്പോൾ ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ ഓഫീസിനകത്താണ്. സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറയാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ, മത്സ്യവും മാംസവും ഒന്നും കഴിക്കാത്തവർ, അതുപോലെ ചർമ്മത്തിൻ്റെ നിറം, കടുത്ത ചർമ്മനിറമുള്ളവർക്ക് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. അതുപോലെ അമിതവണ്ണമുള്ളവർക്ക്, ശരീരത്തിൽ കൊഴുപ്പ് കൂടിയവർക്ക് വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? സൂര്യപ്രകാശം രാവിലെ 8 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുക. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറാം. അതുപോലെ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ എടുക്കാം. അതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് കൊഴുപ്പ് അടങ്ങിയ ആഹാരങ്ങൾ, കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, അതായത് അയല, മത്തി തുടങ്ങിയ മത്സ്യങ്ങളും, മുട്ടയുടെ മഞ്ഞക്കുരു, കൂൺ, മഷ്റൂം പോലെയുള്ള ആഹാരങ്ങൾ, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പാല്, ജ്യൂസ്, സെറിയൽസ്, ഇതെല്ലാം നമുക്ക് ആഹാരത്തിൽ, അതായത് വൈറ്റമിൻ ഡി കണ്ടൻ്റ് ഉള്ളവയ്ക്ക് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഇതിൽ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ അളവിൽ കൂടുതലായിട്ടുള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ കഴിച്ചാൽ കൂടുതൽ ആൾക്കാരും സപ്ലിമെൻറ്റുകൾ എടുക്കും, അത് നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കും. ഇത് വൈറ്റമിൻ ഡി ടോക്സിസിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാം. ഇത് കാരണം ആമാശയ രോഗങ്ങൾ, ആമാശയ പ്രശ്നങ്ങൾ, അതായത് ഛർദി, വയറുവേദന, അതുപോലെയുള്ള അസുഖങ്ങളും, അമിതമായ ദാഹം, വിശപ്പില്ലായ്മ, ഇതൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ തോന്നും, കൂടെ മൂത്രമൊഴിക്കാൻ തോന്നും, പോളിയൂറിയ, ശാരീരികമായ അസ്വസ്ഥത, അമിതമായ ക്ഷീണം, തലകറക്കം, പേശികളുടെ ബലഹീനത, ഇതെല്ലാം വൈറ്റമിൻ ഡി ടോക്സിസിറ്റി കാരണം ഉണ്ടാകുന്ന കുറച്ച് അസുഖങ്ങളാണ്. കൂടുതലായും കണ്ടുവരുന്നത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളാണ്. രക്തത്തിൽ കാൽസ്യം കൂടുന്നത് വൃക്കകളിൽ കല്ലുണ്ടാകാനും, ഇത് ദീർഘകാലമായിട്ട് ഉണ്ടാകുമ്പോൾ വൃക്കകളുടെ പ്രവർത്തനക്ഷമതയ്ക്കും അതിനൊരു നാശം സംഭവിക്കാനും ഇത് കാരണമാകുന്നുണ്ട്. കൂടുതലായും കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകാനുള്ള ഒരു കാരണം വൈറ്റമിൻ ഡി ടോക്സിസിറ്റി മൂലം ഉണ്ടാകാം. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? അമിതമായ സപ്ലിമെൻറ്റേഷൻ എടുക്കുമ്പോൾ നമുക്ക് ദീർഘകാലമായിട്ട് ഉയർന്ന തോതിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നുണ്ട്, നന്നായി വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. തെറ്റായിട്ടുള്ള ഡോസേജ് അല്ലാതെ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ആരും എടുക്കാതിരിക്കുക. കറക്റ്റായിട്ടുള്ള ഡോസേജ് അറിഞ്ഞ് മാത്രം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിക്കുക.